ഹലോ എവരിവൺ, വെൽക്കം ടു ടോക്സ്. അങ്ങനെ നമ്മുടെ IPL ഫൈനൽ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ IPL സീസണിലെ അവസാനത്തെ മത്സരം RCB ചാമ്പ്യൻസ് ഓഫ് IPL 2026. അങ്ങനെ ഈ വർഷവും RCB തന്നെയാണ് IPL 2026 രാജാക്കന്മാരായിട്ടുള്ളത്. ഈ വർഷത്തെ IPL കിരീടം ഇതാ ഏതാനും നിമിഷങ്ങൾക്കകം RCBയുടെ ക്യാപ്റ്റൻ രജത് പട്ടിദാർ ഏറ്റുവാങ്ങും. അങ്ങനെ CSKയ്ക്ക് മുംബൈക്ക് ശേഷം RCB ആണ് മൂന്നാമത്തെ ടീമാണ് IPL കിരീടം നിലനിർത്തുന്നത്. അങ്ങനെ GTA ഫൈനലിൽ ആധികാരികമായിട്ട്, അതായത് ഒരു ഘട്ടത്തിൽ പോലും ഫ്രം ദ ഫസ്റ്റ് ബോൾ തൊട്ട് കളി ജയിക്കുന്നത് വരെ ഒരു ഘട്ടത്തിൽ പോലും GTA ഡൊമിനേറ്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടില്ല. ഫുൾ എൻറ്റയർ മാച്ച് ഗാലറിയിലെ ആൾക്കൂട്ടം മുതൽ ഗ്രൗണ്ടിൽ അടിക്കുന്ന ഫോറുകളുടെയും സിക്സുകളുടെയും എടുക്കുന്ന സിംഗിളുകളുടെ എണ്ണത്തിൽ വരെ RCBയുടെ ബ്രൂട്ടൽ ഡൊമിനേഷൻ കണ്ട ഒരു വമ്പൻ ഫൈനല്. എല്ലാം കൊണ്ടും RCB തൂക്കി ഈ ഫൈനലിൽ തന്നെ പറയാം. ടോസ് പോയത് മുതൽ GTക്ക് ഒരു ഘട്ടത്തിൽ പോലും മത്സരത്തിൽ ഒന്നും പിടിപെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. കംപ്ലീറ്റ് RCB ഇങ്ങനെ 156 റൺസ് വിജയലക്ഷ്യം ചേസ് ചെയ്യാൻ ഇറങ്ങിയ RCBക്ക് വേണ്ടി ഒരു ഘട്ടത്തിൽ വെങ്കടേഷ് അയ്യർ, പടിക്കൽ, പട്ടിദാർ, കൃണാൽ പാണ്ഡ്യ ഒക്കെ അങ്ങനെ ഔട്ടായി പോകുമ്പോഴും അവിടെ ഒരു അറ്റത്ത് ഇങ്ങനെ ഉറച്ചു നിന്ന് 19 വർഷമായിട്ട് ആ ടീമിനെ ഇങ്ങനെ കാവൽ മാലാകെ പോലെ ചിറക് വിരിച്ച് കാക്കുന്ന വിരാട് കോഹ്ലി എന്ന് പറയുന്ന അവരുടെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ബാറ്റർ അവിടെ ഒരു അറ്റത്ത് ക്രീസിൽ നിലയുറപ്പിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും തൻ്റെ ആരാധകർക്ക് കിരീടം നേടിക്കൊടുക്കും എന്ന് ഉറപ്പിച്ചിട്ടുള്ള അയാളുടെ ആ ഒരു മൈൻഡ് സെറ്റ്, ഒരു ക്യാച്ച് ഔട്ടിൽ പുറത്താകേണ്ട സാഹചര്യത്തിൽ പോലും അദ്ദേഹത്തിന് വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു അതൊരു ഔട്ടല്ല എന്നുള്ളത്. അങ്ങനെ എല്ലാം കൊണ്ടും വിരാട് കോഹ്ലി നിറഞ്ഞാടിയ ഒരു ഫൈനൽ. അദ്ദേഹം തന്നെ IPL കരിയറിലെ തന്നെ ഫാസ്റ്റസ്റ്റ് 50 നേടുന്നത് ഈ ഒരു IPL ഫൈനലിലാന്നുള്ളതാണ് ഏറ്റവും ഒരു ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ 75 റൺസ് എടുത്ത് നോട്ട് ഔട്ടായി നിന്ന് പേശിവലിവ് മൂലം ഇടയ്ക്ക് ബുദ്ധിമുട്ടിയെങ്കിൽ പോലും അവസാന ബൗണ്ടറി അടിച്ച് ടീമിനെ വിജയത്തിലോട്ട് എത്തിച്ചത് തൻ്റെ ടീമിന് രണ്ടാമത്തെ കിരീടം നേടിക്കൊടുത്ത് വിരാട് കോഹ്ലി അങ്ങനെ പവലിയനിലേക്ക് നടക്കുകയാണ്. ഏറ്റവും സുന്ദരമായിട്ടുള്ള ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു കാഴ്ച, വിരാട് കോഹ്ലി അവിടെ നിന്നൊരു ചേസ് കംപ്ലീറ്റ് ചെയ്യിക്കുന്നു. 200, 220, 230, 250 ആണെങ്കിൽ പോലും ഒരു അറ്റത്ത് വിരാട് കോഹ്ലി ഉണ്ടെങ്കിൽ ആ സ്കോറിലോട്ട് എത്തും എന്ന് ഏതാ ആരാധകനും ഉള്ളിലുറപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ചേസ് മാസ്റ്റർ എന്ന പേര് വെറുതെ കിട്ടിയതല്ല. അപ്പോഴാണ് ഒരു 155 റൺസ് അപ്പുറത്ത് എത്ര വിക്കറ്റ് വേണമെങ്കിൽ പോട്ടെ, വിരാട് കോഹ്ലി ഇവിടെ ഉണ്ട്, നമ്മൾ കളി ജയിക്കും, RCB കളി ജയിക്കും. RCB കളി ജയിച്ചു. അങ്ങനെ RCB ഫാൻസിന് അവരുടെ രണ്ടാമത്തെ സ്റ്റാറുള്ള ജേഴ്സിക്ക് വേണ്ടിയിട്ട് ഓർഡർ കൊടുക്കാം. മത്സരത്തിൻ്റെ ഒരു എൻ്റയർ റിവ്യൂ പോലെ പറയുകയാണെങ്കിൽ ഫ്രം ദ ടോസ് RCB കൈയടക്കി വെച്ച ടോസ് മുതൽ RCB തന്നെയായിരുന്നു ഹെഡായിട്ട് പോയിക്കൊണ്ടിരുന്നത്. ടോസ് നഷ്ടപ്പെട്ടപ്പോൾ തന്നെ GTയുടെ കളി കയ്യിൽ നിന്ന് പോയി. കാരണം പിച്ച് കണ്ടീഷൻസ് നോക്കുകയാണെങ്കിൽ ഗുജറാത്ത് അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ അല്പം പേസും ബൗണ്ടും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പിച്ച് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിച്ചിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഫസ്റ്റ് ഇന്നിങ്സിൽ നല്ല രീതിക്ക് പേസേഴ്സിനെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ സെക്കൻഡ് ഇന്നിങ്സിലോട്ട് വരുമ്പോൾ ബാറ്റിങ്ങിന് കൊടിയൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം ഡ്യൂ ഫാക്ടർ ഉള്ളതുകൊണ്ട് തന്നെ സെക്കൻഡ് ഇന്നിങ്സിൽ നല്ല രീതിക്ക് ബാറ്റിങ്ങിന് അഡ്വാൻറ്റേജ് ആണ്. അത്തരത്തിലുള്ളൊരു പിച്ചിൽ ആദ്യം ടോസ് കിട്ടുന്ന ഏതൊരു ക്യാപ്റ്റനും ബോളിംഗ് തന്നെ തിരഞ്ഞെടുക്കുള്ളൂ. അപ്പോൾ രജത് പട്ടിദാറിന്റെ ഭാഗ്യം അവിടെ തുണച്ചു. RCB ആരാധകർ പ്രാർത്ഥന ദൈവം കേട്ടു. അതുകൊണ്ട് തന്നെ ആദ്യം ടോസ് രജത് പട്ടിദാറിന് കിട്ടി, അദ്ദേഹം ബോളിംഗ് എടുക്കുന്നു. അവിടെ തന്നെ ഗില്ലിന്റെ പരിപാടി കഴിഞ്ഞു പോയി. ഗില്ലിന് പിന്നീട് അങ്ങോട്ട് ഒരു ഓപ്ഷൻ ഇല്ലാതെ, അല്ലെങ്കിൽ ഗുജറാത്ത് ടീമിനെ എങ്ങനെ പോയാലും 220, 230 റൺസ് അടിച്ചേ പറ്റുള്ളൂ. ഈ ഒരു സാഹചര്യത്തിലാണ് തുടക്കം തന്നെ എയ്സൽവുഡും അതുപോലെ തന്നെ ഭുവനേശ്വർ കുമാറും കൂടിയിട്ട് ഇങ്ങനെ തുരുതുര ബൗൺസേഴ്സ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഭുവനേശ്വർ കുമാർ വാട്ട് എ പ്ലെയർ, വാട്ട് എ ലെജൻഡ്. IPL തന്നെ ഇമാതിരി ലെജൻഡറി കരിയറാണ് ഭുവനേശ്വർ കുമാർ ഉള്ളതെന്ന് ആലോചിക്കണം. ഇന്ന് തന്നെ റബാഡയുടെ ഒരു 2 വിക്കറ്റ്സിലായിരുന്നെങ്കിൽ ഈ പർപ്പിൾ ക്യാപ്പ് 2 തവണ പർപ്പിൾ ക്യാപ്പ് തൂക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ ബോളറായിട്ട് അദ്ദേഹം മാറിയാണ്. അവിടെ ഫോർച്ചുനേറ്റ്ലി റബാദയ്ക്ക് വിക്കറ്റ് കിട്ടി, അദ്ദേഹം പർപ്പിൾ ക്യാപ്പ് ഹോൾഡർ, അദ്ദേഹം 2ാം തവണ എടുത്തു. പക്ഷെ മത്സരത്തോടെ തുടക്കം തന്നെ ഐസൽവുഡ് ക്ലച്ച് ഗോഡ് ഐസൽവുഡ് ഇതാ നമ്മുടെ ഗില്ലിന്റെ വിക്കറ്റ് എടുക്കുകയാണ്. ഗില്ലിനെ പട്ടിദാറിന്റെ കയ്യിലോട്ട് എത്തിച്ച് ഗില്ലിനെ മടക്കുന്നു. അവിടെ തന്നെ ഗുജറാത്തിന്റെ കളി പകുതി തീർന്നു. കാരണം പണ്ട് സച്ചിൻ ക്രിക്കറ്റ് കളിച്ചിരുന്ന പോലത്തെ പരിപാടിയാണ്. ഗില്ല് ഔട്ടായി കഴിഞ്ഞാൽ ആ സ്കോറിന്റെ വേഗത നല്ല രീതിക്ക് കുറയും. കാരണം പിന്നീട് സുദർശനാണുള്ളത്. സുദർശൻ ഒരു പരിധിക്ക് അപ്പുറം സ്ട്രൈക്ക് റേറ്റ് കൂടുതൽ കളിക്കില്ല. കഴിഞ്ഞ കളി RCBക്ക് രാജസ്ഥാനെതിരെയുള്ള കളി തന്നെ കണ്ടാൽ മതി. അവിടെ ഗില്ല് കളിക്കുന്നത് കൊണ്ട് മാത്രം സുദർശൻ ഇങ്ങനെ പതിയെ സ്കോർ കയറ്റിക്കൊണ്ട് പോവുകയാണ്. വിക്കറ്റ് പോവാതെ നിൽക്കുക എന്നുള്ളത് മാത്രമാണ്. ഗില്ലിനെ പോലെ സമർത്ഥമായിട്ട് ബൗണ്ടറീസ് അടിക്കുക, അതുപോലെ തന്നെ 6 കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു ബാറ്റർ എന്ന് പറയുന്നത് ഗുജറാത്തിൽ വേറെ ഇല്ല. സ്വാഭാവികമായിട്ടും ഗില്ലിന്റെ ഒരു ഏർലി വിക്കറ്റ് വലിയൊരു ആഘാതം തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ്. തൊട്ട് പിന്നാലെ സുദർശനും ഒരു ബൗൺസർ ഇട്ട് കൊടുക്കുകയാണ്. ഭുവനേശ്വർ കുമാർ ഇതാ സുദർശൻ ഔട്ടാവുന്നു.
ഗുജറാത്ത് ടോട്ടലി പ്രതിരോധത്തിലാവുന്നൊരു കാഴ്ച. ബട്ട്ലർ വരുന്നു, പിന്നീട് ഒരു ഘട്ടത്തിൽ പോലും ഗുജറാത്തിന് മത്സരത്തിലോട്ട് തിരിച്ചു വരാൻ സാധിച്ചില്ല. വാഷിംഗ്ടൺ സുന്ദർ ഒരു 50 അടിക്കുന്നു, അതുപോലും ഒരുപാട് ബോളുകൾ എടുത്തിട്ടാണ്. കാരണം അത്രത്തോളം കണിശമായിട്ടുള്ള പിടിച്ചിട്ടുള്ള ബോളിംഗ്. ജേക്കബ് ഡഫിക്ക് കുറച്ച് അടി കിട്ടിയത് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും, കൃണാൽ പാണ്ഡ്യ, ഹേസൽ വുഡ്, റസിക്ദാറിനെ എടുത്ത് പറഞ്ഞു റീപ്ലേസ്മെന്റ് ആയിട്ട് വന്ന പ്ലെയറാണ്. അതായത് യഷ് ദയാൽ ഇല്ല, അതുകൊണ്ട് മാത്രം കളിക്കാൻ പറ്റിയ പ്ലെയറാണ്. 19 വിക്കറ്റാണ് ഈ സീസണിൽ എടുത്തത്, 19 വിക്കറ്റ്. ഇന്റർനാഷണൽ ക്യാപ്ഡ് ബോളേഴ്സിൽ പലർക്കും ഇല്ലാത്ത അത്രയും വിക്കറ്റ്സ് ഈ സീസണിൽ എടുത്തുള്ള ഒരു ബോളറാണ് റസിക്ദാർ സലാം. പിന്നെ ക്ലച്ച് കൃണാൽ പാണ്ഡ്യ അല്ല, ക്ലച്ചുകളാണ് ഫുൾ ടീമിൽ. കൃണാൽ പാണ്ഡ്യ ആസ് യൂഷ്വൽ റൺസ് തന്നെ വിട്ടുകൊടുക്കുന്നുണ്ടായിരുന്നില്ല, കിഡിലൻ സ്പെല്ല്. അങ്ങനെ മൊത്തത്തിൽ അങ്ങ് തൂക്കി പറത്തുമായിരുന്നു RCB ബോളേഴ്സ്. ആ ഫസ്റ്റ് ഇന്നിങ്സിൽ 155 റൺസ് എന്ന് പറയുന്ന സ്കോർ വളരെ ഈസിലി RCBക്ക് എടുക്കാവുന്ന ഒരു സിറ്റുവേഷൻ. വെങ്കടേഷ് അയ്യരും വിരാട് കോഹ്ലിയും വന്നിട്ട് അങ്ങ് അടിച്ചങ്ങ് പരത്തുവാണ് ഫസ്റ്റ് ഓവർ തൊട്ടിട്ട്. വലിയ സ്കോറില്ല, വലിയ ടെൻഷനില്ല, ഒട്ടും പ്രഷറില്ല. വിരാട് കോഹ്ലി ആയ കളി. റവാഡയ്ക്കെതിരെ 6, 4, 6 വീണ്ടും പീക്ക് കളി. പിന്നീട് അങ്ങോട്ട് വിക്കറ്റ്സ് കുറച്ച് പോകുന്നു, പക്ഷെ കളി കൈവിട്ട് പോകുന്നില്ല. കാരണം വിരാട് കോഹ്ലി അവിടെ ഉണ്ടായിരുന്നു. വിരാട് കോഹ്ലിക്ക് അറിയായിരുന്നു ഈ ഗെയിം എങ്ങനെ ഫിനിഷ് ചെയ്യണം, എവിടെ കൊണ്ടെത്തിക്കണം, എവിടെ ആക്സലറേറ്റ് ചെയ്യണം എന്നുള്ളത്. വളരെ ഈസി ആയിട്ട്, വളരെ കംഫർട്ടബിൾ ആയിട്ട്. ഈ സാല കപ്പ് നംദേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ടീം ഇതാ വീണ്ടും രണ്ടാമത്തെ വട്ടം പറയുന്നു ഈ സാല കപ്പ് നംദു. തൊലി രണ്ടാമത്തെ അവിടെ RCB കപ്പടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഏറ്റവും കൂടുതൽ കപ്പുള്ള ടീമുകളുടെ ലിസ്റ്റിൽ, അതായത് കപ്പില്ലാത്ത ടീമുകളുടെ ലിസ്റ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ കപ്പുള്ള ടീമുകളുടെ ലിസ്റ്റിൽ 4ാം സ്ഥാനത്ത് RCB എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ടീമിനെ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചപ്പോൾ RCBയുടെ ഹെഡ് കോച്ചായിട്ടുള്ള ആൻഡി ഫ്ലവർ, അതുപോലെ തന്നെ ദിനേശ് കാർത്തിക്, അതുപോലെ ഡയറക്ടർ ഓഫ് ക്രിക്കറ്റ് മോ ബറാത്ത്. അപ്പോൾ ഒന്നുമല്ലാതിരുന്ന, അതായത് 17 വർഷം കളിച്ചിട്ട് ഒരു കപ്പ് പോലും ഇല്ലാത്ത ടീമിന് ഇന്ന് ഇതാ കഴിഞ്ഞ 2 വർഷത്തിൽ 2ാമത്തെ തവണ കപ്പ്. അപ്പോൾ RCB ഫാൻസ് നന്ദി പറയേണ്ട ഒരുപാട് പേരുണ്ട്. കോച്ചായിട്ടുള്ള ആൻഡി ഫ്ലവർ, അതുപോലെ തന്നെ മെൻഡറായിട്ടുള്ള ദിനേശ് കാർത്തിക്, ഡയറക്ടർ ഓഫ് ക്രിക്കറ്റ് ആയിട്ടുള്ള മോ ബൊബാറ്റ്, അങ്ങനെ ഒരുപാട് പേര്. അതുപോലെ തന്നെ ടീമിൽ ഇത്രയും വർഷം കമ്മിറ്റ്മെൻറ്റോടുകൂടി ഒരു ടീമിൽ തന്നെ വേറൊരു ടീമിലോട്ട് പോകാതെ ആ ടീമിൽ തന്നെ കളിച്ച് അവസാനം ആ ടീമിന് വേണ്ടിയിട്ട് ഒരു കിരീടം നേടിക്കൊടുത്തിട്ടുള്ള വിരാട് കോഹ്ലിയെ പോലത്തെ ലെജൻഡറി പ്ലെയർ. അങ്ങനെ എല്ലാം കൊണ്ടും ഭയങ്കര എല്ലാവരുടെയും ഒരുപോലത്തെ ഒരു വർക്ക് കാര്യങ്ങൾ, അങ്ങനത്തെ ഒരു ടീം RCBക്ക് കിട്ടിയപ്പോൾ RCB ഇതാ തുടർച്ചയായിട്ട് 2ാമത്തെ വർഷം വളരെ ഡൊമിനൻ്റ് ആയിട്ട് എതിരാളികളെ അങ്ങനെ നിഷ്പ്രഭരാക്കിക്കൊണ്ട് കപ്പിലെത്തുന്ന ഒരു കാഴ്ച. അപ്പോൾ ഇതിൽ ആദ്യം ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ട ഒരു പേര് രജത് പട്ടിദാർ തന്നെയായിരിക്കും. കാരണം രജത് പട്ടിദാറിൻ്റെ നമ്മുടെ ഈ സഞ്ജു സാംസന്റെ കഴിഞ്ഞ വേൾഡ് കപ്പ് സ്റ്റോറി പറയുന്ന പോലത്തെ ഒരു കാര്യമാണ്. കാരണം RCBയിലോട്ട് വരുന്നു, കളിക്കാനധികം അവസരം കിട്ടുന്നില്ല, തൊട്ടടുത്ത വർഷം പരിക്കാവുന്നു, അതിന് പിറ്റത്തെ വർഷം ഓപ്ഷനിൽ വരുന്നു, പക്ഷെ എടുക്കുന്നില്ല, വേറൊരു പ്ലെയർ റീപ്ലേസ്മെൻ്റ് ആയിട്ട് വരുന്നു. അതുപോലെ തന്നെ ഒരു നോക്കൗട്ട് സെഞ്ചുറി, അതായത് പ്ലേ ഓഫിൽ ഒരു സെഞ്ചുറി അടിച്ച് ശ്രദ്ധ പിടിച്ചു വരുന്നു. തൊട്ടടുത്ത സീസൺ ഫാഫ് ടു പ്ലസ് ഇല്ലാത്തത് കൊണ്ട് പുതിയൊരു ക്യാപ്റ്റൻ അന്വേഷിച്ച ടീം മധ്യപ്രദേശിന് വേണ്ടി ഡൊമസ്റ്റിക്കലി കിഡിലം പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു ക്യാപ്റ്റന് ആ ഒരു ഇത്രയും ഫാൻ ബേസ്, ഇത്രയും ഒരു ലെഗസി ഉള്ള ഒരു ടീമിൻ്റെ ക്യാപ്റ്റൻസി ബാൻഡ് കൈമാറുന്നു. പിന്നീട് അങ്ങോട്ട് നടന്നത് RCB ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും സുവർണമായിട്ടുള്ള ലിപികളിൽ എഴുതപ്പെടേണ്ട 2 സീസണുകളാണ്. അതിൽ ആ സീസൺ തന്നെയായിരിക്കും, കഴിഞ്ഞ സീസൺ തന്നെയായിരിക്കും എല്ലാവരുടെയും ഒരു ഫാൻ ഫേവറേറ്റ് എന്ന് പറയുന്ന ഒരു മൊമെന്റ്. ഈ സീസൺ ഏകദേശം ഉറപ്പിച്ച മട്ട് തന്നെയായിരുന്നു. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് RCB ഫാൻസ് കണ്ടിട്ടുള്ള ഒരു സീസൺ ആയിരിക്കും ഇത്. അപ്പോൾ എന്തായാലും ഇതിൽ ഒരുപാട് പ്ലേയേഴ്സിൻ്റെ പേരെടുത്ത് പറയണം കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതിൽ വെങ്കടേഷ് അയ്യറിൻ്റെ ഒരു ഓപ്ഷൻ വിളി, അത് നമ്മൾ അന്നും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒരു ഇന്ത്യൻ ലെഫ്റ്റ് ഹാൻഡർ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാനാണ്, ഒരു ഇന്ത്യൻ ബാറ്റ്സ്മാനാണ്, IPL എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബാറ്റ്സ്മാനാണ്. എന്നിട്ട് പോലും പല ടീമുകളും ഫോം ഔട്ട് ആയതുകൊണ്ട് ലേലത്തിൽ പോവാതിരുന്ന ആ പ്ലെയറെ തങ്ങളുടെ ടീമിൽ ഫസ്റ്റ് ലെവലിൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പുണ്ടായിട്ട് പോലും അവർ വിളിച്ചെടുക്കുന്നു. ഒരു ഘട്ടത്തിൽ ഫിൽസാൾട്ടിന് പരിക്ക് മൂലം പോകുന്നു, ജേക്കബ് ബദൽ ഫോം ആവുന്നില്ല. അവിടോട്ട് ആ ഒരു പൊസിഷനിലോട്ട് അവിടെ വെങ്കി അയ്യർ ഇൻക്ലൂഡ് ചെയ്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പെർഫോമൻസ് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട്. അതുപോലെ തന്നെ എല്ലാ പിക്കിങ്സും ഒന്നുപോലും മോശം എന്ന് പറയാനില്ല. അതിൽ ഭുവനേശ്വർ കുമാർ ആയിക്കോട്ടെ, റസിക്ദാർ സലാം ആയിക്കോട്ടെ. ഭുവനേശ്വർ കുമാർ തൻ്റെ ഒരു പീക്ക് സീസൺ, അത് നോട്ട് ഇൻ ടേംസ് ഓഫ് വിക്കറ്റിന് കേസിൽ അല്ലെങ്കിൽ എക്കണോമിക്കലായിട്ടാണ് അയാൾ പന്തെറിയുന്നതാണ്. ഓപ്പണിംഗ് സ്പെല്ലുകൾ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ബുംറ പോലും ഫോം ഔട്ടായിട്ടുള്ളൊരു ഈ ഒരു ടൂർണമെൻറ്റിലാണ് ഭുവനേശ്വർ കുമാറിനെ പോലെ T20 ഫോർമാറ്റിന് ഇന്ത്യൻ T20 ടീമിൽ നിന്ന് വർഷങ്ങളായിട്ട് പുറത്തുള്ള ഒരു പ്ലെയർ വന്നിട്ട് ഇമാതിരി പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. അതുപോലെ ഹേസൽ വുഡ് ആദ്യത്തെ കുറച്ച് മത്സരങ്ങളിൽ ഉണ്ടായിരുന്നില്ല, തിരിച്ചു വരുന്നു, ടീമിന് വേണ്ടി ആവശ്യമുള്ള അത്രയും പീക്ക് ലെവൽ പെർഫോമൻസ് ടീമിന് വേണ്ടി കാഴ്ചവെക്കുന്നു. കൃണാൽ പാണ്ഡ്യ ഇന്ത്യൻ T20 ടീമിലില്ലാത്ത പ്ലെയറാണ്, ഇന്ത്യൻ ODI ടീമിൽ ഇല്ലാത്ത പ്ലെയറാണ്. പക്ഷേ തൻ്റെ യുണീക്കായിട്ടുള്ള സ്റ്റൈൽ ഓഫ് ബോളിംഗ് വെച്ചിട്ട് അല്ലെങ്കിൽ ബാറ്റിങ്ങിലെ ഒരു ക്ലച്ച് ഇന്നിങ്സുകളൊക്കെ ടീമിന് ഗുണകരമാകുന്ന രീതിയിൽ അദ്ദേഹം
നടത്തിയിട്ടുള്ള ആ ഒരു ബാറ്റിംഗ് പെർഫോമൻസ് ഒക്കെ, മുംബൈക്ക് നടത്തിയ ബാറ്റിംഗ് പെർഫോമൻസ് ഒക്കെ ആർക്കും മറക്കാൻ സാധിക്കില്ല. അത്രത്തോളം ഒരു ബുദ്ധിമുട്ടേറിയ കണ്ടീഷനിലാണ് അദ്ദേഹം ഒന്ന് ബാറ്റ് ചെയ്തിട്ട് ആ ടീമിനെ വിജയത്തിലോട്ട് എത്തിച്ചത്. അതുപോലെ തന്നെ ടിം ഡേവിഡ് ആയിക്കോട്ടെ, ചെന്നൈക്ക് അതിലുള്ള പെർഫോമൻസ്. അതുപോലെ തന്നെ ജിതേഷ് ശർമ്മ ആദ്യത്തെ മത്സരങ്ങളിലൊന്നും വലിയ തിളങ്ങാനായിട്ട് സാധിച്ചില്ലെങ്കിൽ അവസാനത്തെ മത്സരങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദേവദത്ത് പടിക്കൽ ആയിക്കോട്ടെ, രജത് പട്ടിദാർ ആയിക്കോട്ടെ, ആസ് എ ബാറ്റർ എന്ന രീതിയിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ T20 അല്ലെങ്കിൽ ODI ടീമിലോട്ടൊക്കെ തീർച്ചയായിട്ടും വരാൻ ആയിട്ട് എല്ലാ യോഗ്യതയുള്ള ഒരു പ്ലെയറാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ക്വാളിഫയർ 1 അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്ന നോക്കൗട്ടിൽ IPL പ്ലേ ഓഫ് ഹിസ്റ്ററിയിൽ തന്നെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പെർഫോമൻസ് ആണ് IPL ക്വാളിഫയർ 1. നമ്മൾ അതിനെപ്പറ്റി ഞാൻ ആദ്യം സംസാരിച്ചില്ല എന്നേ ഉള്ളൂ. റബാഡിനൊക്കെ അടിച്ചൊരു 6 ഉണ്ട് കവറിലോട്ട്. ഒരു വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഷോട്ട് തന്നെ പറയും ഈ ഒരു സീസണിൽ വന്നതിൽ. അപ്പോൾ രജത് പട്ടിദാറിൻ്റെ ക്യാപ്റ്റൻസി ആയാലും അതുപോലെ തന്നെ ബാറ്റിങ്ങിലായാലും വന്ന ബ്രില്യൻ പെർഫോമൻസുകൾ. അതുപോലെ തന്നെ ദേവദത്ത് പടിക്കലൊക്കെ രാജസ്ഥാൻ റോയൽസിലും അതുപോലെ തന്നെ ലക്നൗ സൂപ്പർ ജയൻസിലൊക്കെ കളിച്ചിരുന്നൊരു ദേവദത്ത് പടിക്കലല്ല. RCBയിലോട്ട് വന്നപ്പോൾ ആളാകെ മാറിയൊരു ഡിഫറെൻറ്റ് ബീസ്റ്റായിട്ട് മാറിയിരിക്കുകയാണ്. പിന്നെ വൺ ആൻഡ് ഓൺലി വിരാട് കോഹ്ലി ഈ സീസണിൽ അവർ ഏറ്റവും കൂടുതൽ റൺസ് നേടിക്കൊടുത്ത, ഏറ്റവും കൂടുതൽ വിൻ കോൺട്രിബ്യൂഷൻ റൺസിലുള്ള അവരുടെ എക്കാലത്തെയും മികച്ച IPL എക്കാലത്തെയും മികച്ച ബാറ്റ്സ്മാൻമാരിലുള്ള വിരാട് കോഹ്ലിയുടെ പെർഫോമൻസ്, ഫൈനലിൽ ഉൾപ്പെടെയുള്ള ഒരു അർദ്ധ സെഞ്ചുറി, അങ്ങനെ എല്ലാം കൊണ്ടും ഒരു കംപ്ലീറ്റ് ടീം വർക്കിൻ്റെ ഭാഗമായിട്ട് ഇതാ 2ാമത്തെ ട്രോഫി ഏറ്റുവാങ്ങുകയാണ്. അപ്പോൾ ഗുജറാത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ പലതവണ പറഞ്ഞതാണ്, അവരുടെ ഒരു ബോളിംഗ് സ്ട്രെങ്ത് അല്ലെങ്കിൽ ടോപ്പ് 3 ബാറ്റേഴ്സിൻ്റെ ഒരു മികവ്. പക്ഷേ അത് മാത്രം വെച്ചിട്ട് കപ്പിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല ഇപ്പോഴും. മേ ബി ഫൈനലിൽ വരെ എത്താം, മേ ബി കപ്പ് അടിച്ചേക്കായിരുന്നു. പക്ഷെ എന്നാൽ പോലും എങ്ങാനും എതിർ ടീമിൻ്റെ ബോളേഴ്സ് നിങ്ങളുടെ കളി വിക്കറ്റ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും കപ്പിലോട്ടൊന്നും സാധിക്കില്ല. ഒരു ടീം വർക്ക് വരുന്നില്ല ഗുജറാത്തിൻ്റെ ഇതിൽ, ഇൻഡിവിജ്വൽ പെർഫോമൻസ് മാത്രമാണ്. അപ്പം അങ്ങനെ വെച്ചിട്ട് ഒരിക്കലും ഒരു കപ്പിലോട്ടെത്താൻ സാധിക്കില്ല എന്നവർ വീണ്ടും മനസ്സിലാക്കിയിരിക്കുന്ന ഈ ഫൈനലിലൂടെ. മറുവശത്ത് RCB കംപ്ലീറ്റ് ടീം വർക്കാണ്. എല്ലാ പ്ലെയേഴ്സും അവർ ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻസ് ആ ടീമിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് എടുത്തെടുത്ത് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു സീസണിൽ RCB പറ്റി പറയാൻ അല്ലെങ്കിൽ സീസണെ പറ്റി പറയാനൊക്കെ ഒരുപാടുണ്ട്. വൈഭവ് സൂര്യവംശിയുടെ ഒരു പെർഫോമൻസ് ഈ സീസണിൽ ഓറഞ്ച് ക്യാപ്പ് നേടുന്ന യങ്ങസ്റ്റ് പ്ലെയർ, അതുപോലെ തന്നെ മോസ്റ്റ് സിക്സസ്, ബെസ്റ്റ് സ്ട്രൈക്ക് റേറ്റ് എല്ലാം അയാൾ തൂത്തുവാരി കൊണ്ട് പോവുകയാണ്. അപ്പോൾ ഒരു 15-16 വയസ്സുള്ള ഒരു പയ്യനാണ് ഈ ഒരു IPLനെ ബാറ്റിംഗ് റെക്കോർഡ്സ് മുഴുവൻ കൈവശം വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വെറ്ററനായിട്ടുള്ള ഇന്ത്യൻ T20 ടീമിൽ ഇല്ലാത്തൊരു ബോളറാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത് ഇന്ത്യൻ ബോളറായിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു ഭയങ്കര ഒരു വിരോധാഭാസം തോന്നുന്ന കാര്യമാണ്. ഒരു അൺക്യാപ്ഡ് ആയിട്ടുള്ള യങ്ങസ്റ്റ് ഇന്ത്യൻ ബാറ്റർ ഇതായി ഏറ്റവും കൂടുതൽ റൺസ് അടിക്കുന്ന ബാറ്റർ ആകുമ്പോൾ അതേപോലെ T20 ടീമിൽ ഇല്ലാത്ത ഒരു ഓൾഡ് ആയിട്ടുള്ളൊരു ബോളർ വന്നിട്ട് ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുക്കുന്ന ഇന്ത്യൻ ബോളറായിട്ട് മാറുന്നു. അപ്പോൾ രസമുള്ള കണക്കുകളാണ് ഇങ്ങനെ പ്രായത്തിൻ്റെ കേസിൽ അതുപോലെ തന്നെ നമ്പറിൻ്റെ കേസിലൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ സീസൺ IPL എല്ലാം കൊണ്ടും വളരെ നല്ലൊരു എൻ്റർടൈനിങ് ആയിട്ടുള്ള സീസൺ തന്നെയായിരുന്നു. എൻ്റെ ടീമിൽ CSKക്ക് കാര്യമായിട്ട് ഒന്നും അച്ചീവ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പോലും മുംബൈക്കെതിരെയുള്ള 2 ജയങ്ങൾ ഈ സീസണിൽ ഓർക്കുമ്പോൾ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും RCB ഫാൻസിന് അവരുടെ ഏറ്റവും മികച്ച നാളുകൾ തന്നെയാണ് കടന്നു പോകുന്നത്. എന്തായാലും അതിനെയും തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എന്തായാലും മെഗാ ഓപ്ഷൻ കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ടീം, ഇങ്ങനത്തെ ഒരു ടീം തന്നെ നിലനിൽക്കുമെന്ന് വിചാരിക്കുന്നു. കാരണം അങ്ങനെ ചെയ്യും. കാരണം അവരുടെ കോച്ചിങ് സ്റ്റാഫിൽ വന്ന മാറ്റമാണതല്ല, അവർ ഓപ്ഷനിൽ അവർ കാണിക്കുന്ന ബ്രില്യൻസ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ചേഞ്ചസ് വരുത്തിയാലാണ് എല്ലാ ടീമിനും ആ രീതിയിൽ മികവുറ്റ രീതിയിൽ പോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എന്തായാലും അല്പം ലെങ്തി വീഡിയോ ആയിപ്പോയി. അപ്പോൾ എന്തായാലും നമ്മൾ വീണ്ടും വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇത് കഴിഞ്ഞാലും മത്സരങ്ങളുണ്ട്, T20 മത്സരങ്ങളുണ്ട്, അതുപോലെ തന്നെ വേൾഡ് കപ്പിന് മുന്നോടിയുള്ള ODI മത്സരങ്ങളുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും IPL വിശേഷങ്ങളും നമ്മൾ ഇനിയും പറയുന്നതായിരിക്കും. പല IPL വിശേഷങ്ങളും നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ഇനിയും വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ ഇതുവരെ തന്നെ സപ്പോർട്ടൊക്കെ കണ്ടിന്യൂ ചെയ്യുക. നമ്മുടെ വീഡിയോസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.